ഹലോ, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ ഞാൻ കഴിച്ച എൻ്റെ ഒരു ദിവസത്തെ കംപ്ലീറ്റ് മീൽ. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ഇഡലി തട്ടിൽ നിന്ന് ഓരോരോ ഇഡലികൾ എടുത്ത് കാസ്ട്രോളിലേക്ക് മാറ്റുകയാണ്. അപ്പം ആദ്യത്തെ ഡ്യൂട്ടി അതാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡലിയും നല്ല സോഫ്റ്റ് അടിപൊളി ചൂട് ഇഡലി. അപ്പോൾ നന്നായിട്ട് എല്ലാവരും കഴിച്ചു. നല്ല അടിപൊളിയായിട്ട് ഇഡലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡലിയും സാമ്പാറും ചമ്മന്തിയും നല്ല സൂപ്പർ ചായയും. അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലാണ്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ പണിപ്പുരയിലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേയുടെ ഒപ്പം ഞാൻ എൻ്റെ സോഫ്റ്റ് അടിപൊളി എൻ്റെ ഇഡലിയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ. അപ്പോൾ നമുക്ക് കാണാം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും ഡിന്നറും ഒക്കെ കാണാം. അപ്പോൾ അതാ ഞാൻ കഴിക്കാനെടുത്തു. കാസ്ട്രോളും പ്ലേറ്റും ചായയും എല്ലാം ഡൈനിങ് ടേബിളിൽ സെറ്റാക്കിയിട്ട് ഞാനൊരു 3 ഇഡലി എടുത്തു. അതുപോലെ തന്നെ സാമ്പാറാണ് കൂടുതൽ ഒഴിക്കുന്നത്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് സാമ്പാറാണ്. പിന്നെ കോക്കനട്ട് ചട്നി എന്ന് പറയുന്നത് ഇക്കാക്ക് വേണ്ടി അരയ്ക്കുമ്പോൾ കുറച്ച് ഒരു ചമ്മന്തിക്ക് സങ്കടമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഒഴിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ ഇഡലി എന്ന് പറയുന്നതാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഇഡലിയും നന്നായിട്ട് സാമ്പാർ ഒഴിച്ചു. ഇഡലി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇഡലി കുതിരുന്ന രീതിയിൽ സാമ്പാർ ഒഴിച്ചു. കുറച്ച് ചമ്മന്തിക്ക് സങ്കടമാകാതെ കുറച്ച് ചമ്മന്തി ഒഴിച്ചു. പിന്നെ ഒരു ഗ്ലാസ് അടിപൊളി സൂപ്പർ ചായ. ഈ ചായ അടിപൊളി. ഒരു ഡേയിൽ ചായ മോശമാണെങ്കിൽ ആ ഡേ തന്നെ പോക്കാണ്. അപ്പോൾ നല്ല അടിപൊളി സ്ട്രോങ് ആയിട്ടുള്ള നല്ല പതപ്പിച്ച അടിപൊളി ചായ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചപ്പോഴത്തേനും സാറ തിരിച്ചു വന്നായിരുന്നു. സാറയുടെ സ്നാക്ക് ബോക്സിൻ്റെ അകത്തുനിന്ന് ഒരു മക്രോണി മുട്ടായും കുറച്ച് നട്ട്സും കിട്ടി. അപ്പോൾ അത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് എടുത്തു കഴിച്ചു. അതിനുശേഷം ലഞ്ച് ആയപ്പോഴത്തേനും കുറച്ച് ചൂട് ചോറെടുത്തു. അതിൻ്റെ കൂടെ കുറച്ച് ഒരു ചിക്കൻ, ഇത് കറിയിലെ ചിക്കൻ പീസാണ്. അപ്പോൾ ഒരു പീസ് ചിക്കനും അതുപോലെ തന്നെ കുറച്ച് ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി. ഇത് സാറായിക്ക് വിളമ്പിയ ചോറാണ്. അപ്പോൾ സാറായിക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്നാണ് മിച്ചം കഴിച്ചത്. കാരണം ഞാൻ ചോറായിട്ട് കഴിച്ചില്ല. കാരണം ഞാൻ ഉച്ചയ്ക്കും ഇഡ്ഡലിയും സാമ്പാറുമാണ് കഴിച്ചത്. കാരണം എനിക്ക് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടെങ്കിൽ പിന്നെ ചോറും കറിയും ഒന്നും വേണ്ട. ആ ദിവസം ഞാൻ 3 നേരം ഇഡ്ഡലി തന്നെയാണ്. അപ്പോൾ പക്ഷേ ഞാൻ സാറാടെ കഴിച്ചതിന് ശേഷം ഞാൻ ഇതിൽ നിന്നാണ് ലഞ്ച് ബാക്കി കഴിച്ചത്. ചോറ് വേസ്റ്റ് ആക്കാതെ ഞാൻ കഴിച്ചത്. സാറാക്ക് മോക്കും എനിക്കും കൂടിയുള്ള ലഞ്ചാണ് ഇത്. അപ്പോൾ ലഞ്ചായിട്ട് ഞാൻ കഴിച്ചത് ഇതാണ്. അപ്പോൾ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയും ചമ്മന്തിപ്പൊടിയും ചിക്കൻ കറിയും പപ്പടവും. അപ്പം അതുകൊണ്ട് ഞാൻ വലിയ എരിവുള്ള ഒത്തിരി മുളകും ചമ്മന്തിയും കാര്യങ്ങളൊന്നും ആക്കുന്നില്ല. കാരണം കൊച്ചിനും കൂടെ കൊടുക്കാനുള്ള ചോറാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ചോറൊക്കെ ഉണ്ടതിന് ശേഷം ഞാൻ പിന്നെ ഒരു മുസമ്പി കട്ട് ചെയ്തു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ്. മുസമ്പി തിന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം 2 സൈഡിലും കുറച്ച് ഉപ്പ് ചേർത്ത് എന്നിട്ട് ആ തൊലി അങ്ങ് ഉരിച്ചു മാറ്റിയിട്ട് കഴിക്കും. അത് ഈ ഓറഞ്ചും കാര്യങ്ങളും സിട്രിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ശരീരത്തിന് ഒരുപാട് ഹെൽത്തിയാണ്. അപ്പോൾ ഈ ഓറഞ്ചും മുസമ്പിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഈവനിങ് ആയപ്പോഴത്തേനും ഒരു സിമ്പിൾ പൊറോട്ട റോള് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങാണ് ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ചിക്കനും സവോളയും ടൊമാറ്റോയും കുറച്ച് ഓയിലിൽ, പിന്നെ ഞാൻ സോയാ സോസും ഒഴിച്ചു, ടൊമാറ്റോ സോസും ഒഴിച്ചു. അപ്പോൾ എൻ്റെ ഈവനിങ് സ്നാക്കിൻ്റെ ഫില്ലിങ്ങാണ് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വളരെ ടേസ്റ്റിയാണ്. എനിക്ക് ഹോം മെയ്ഡ് പൊറോട്ട റോള് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കുന്ന പൊറോട്ട റോള് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു തക്കാളി ഇടുന്നു. ഞാൻ എപ്പോഴും പൊറോട്ട റോളിന് തക്കാളി ഇടാറില്ല. അപ്പോൾ ഇന്ന് തക്കാളി ഇടുന്നുണ്ട്. അപ്പോൾ തക്കാളി പച്ചയ്ക്ക് കടിക്കുന്നതിനേക്കാളും ഒന്ന് വാട്ടിയെടുക്കുമ്പോഴത്തേനും ടേസ്റ്റ് കൂടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് സവോളയൊക്കെ പച്ചയ്ക്ക് കടിക്കുന്നത് ഇഷ്ടമാണ്. ആ റോ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ടൊമാറ്റോ ഒന്ന് ആ ചിക്കൻ്റെ കൂടെ കിടന്നൊന്ന് സോട്ടാവട്ടെ എന്ന് വിചാരിച്ചു. അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിക്കുകയാണ്. അതിനുശേഷം ഞാൻ ടേബിളിലേക്ക് എത്തി. ഇതാണ് എൻ്റെ പൊറോട്ട റോളിൻ്റെ ഫില്ലിങ്. പിന്നെ ഇത് ഞാൻ അടിച്ച എൻ്റെ ചില്ലി മയോണൈസ്, സ്പൈസി ചില്ലി മയോണൈസ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു 10 പൊറോട്ട ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് പല പ്ലാൻ ഉണ്ടായിരുന്നു. ഇതാകുമ്പോഴത്തേനും ഡിന്നറിന് വേണ്ടി ഹെവി ആയിട്ടൊന്നും കുക്ക് ചെയ്യണ്ടല്ലോ. അപ്പോൾ കുക്കിങ്ങിൽ നിന്ന് ഇന്നൊന്ന് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ 10 പൊറോട്ട വാങ്ങിച്ചു. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്തു, ഒരു പൊറോട്ട എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് ഫില്ലിങ് വെച്ച് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡിന്നർ പരിപാടി ഓക്കെ ആയി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ
ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ ടൈപ്പ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും ഇങ്ങനെ രസകരമായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് എൻ്റെ ഡിന്നറാണ്. അപ്പോൾ ഇക്കാക്കൊരു 2 റോള് കൊടുത്തു. സാറായ്ക്ക് രാത്രി കഞ്ഞിയാണ് കൊടുത്തത്. സാറായ്ക്ക് ഇത് വേണ്ടായിരുന്നു. അപ്പോൾ സാറായ്ക്ക് കഞ്ഞി കൊടുത്തു, സൈറാക്കും കഞ്ഞിയും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഇക്കയും ഞാനും കൂടെ ഒരു 2 പൊറോട്ട ചിക്കൻ റോളാണ് കഴിച്ചത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇതോടുകൂടി ഞാൻ എൻ്റെ ഇന്നത്തെ ഫുഡടി പരിപാടി സ്റ്റോപ്പ് ചെയ്യുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള, മനോഹരമായിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് ഡിഷസാണ് ഇന്ന് ഞാൻ എൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പം ലൈക്ക് ചെയ്യാം. ലൈക്കും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക.